ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ബേസിക്കലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതായത് ജനറൽ അവയർനെസ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ KTU-S5 ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിലബസിനകത്ത് മൊഡ്യൂൾ 1 ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഒരു എസ്എ ക്വസ്റ്റൻ ആയിട്ട് 10 മാർക്കിന്റെ എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന പാർട്ടാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ അറ്റ്മോസ്ഫിയർ നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി നിയർ ടു ദ എർത്ത് സർഫസ്, നിയർ ടു ദ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് വി ഹാവ് എ ട്രോപ്പോസ്ഫിയർ, ദെൻ വി ഹാവ് എ സ്ട്രാറ്റോസ്ഫിയർ, വി ഹാവ് മീസോസ്ഫിയർ, വി ഹാവ് തെർമോസ്ഫിയർ, വി ഹാവ് എക്സോസ്ഫിയർ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം നോക്കിയാൽ ഓസോൺ ലെയർ കാണപ്പെടുന്ന എവിടെയാണ്? ഓസോൺ ലെയർ കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ ബേസിക്കലി ഇപ്പം ഇതെന്താണ്? മീറ്റിയോർസ് നോക്കി, മീറ്റിയോർസിന്റെ ഒക്കെ പ്രസൻസ് കാണപ്പെടുന്ന മീസോസ്ഫിയറിലാണ്. നമ്മൾ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ച് നടക്കുന്ന സമയത്ത് അവയെല്ലാം വിസിബിൾ ആവുന്ന യൂഷ്വലി തെർമോസ്ഫിയറുകളിലാണ്. സോ അപ്പം ഓരോന്നും ഇപ്പം ഓരോ ലൈക്ക് ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ നിന്ന് ഓരോ ലെയറുകളിൽ എന്താണ് കാണാൻ സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഓരോ ലെയറുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ വെൻ യു ആർ കൺസിഡറിംഗ് ദി എർത്ത് സർഫസിനെ സംബന്ധിച്ചിടത്തോളം സെവറൽ ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ഉണ്ട്. ഓരോന്നിനും യൂണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഒന്നാമത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിൽ നിന്ന് 0 മുതൽ 12 കിലോമീറ്റർ വരെ, ലിത്തോസ്ഫിയറിൽ നിന്ന് 12 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിൽ വരുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ ലെയറുകൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ 5 ലെയറുകളായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വി ഹാവ് എ ട്രോപ്പോസ്ഫിയർ, വി ഹാവ് സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ദെൻ വി ഹാവ് മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇവിടെ നമ്മൾ ട്രോപ്പോസ്ഫിയറിന്റെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. അടുത്ത മീസോസ്ഫിയർ എടുത്താൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നു. ദെൻ അതിനുശേഷം തെർമോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. ദെൻ എക്സോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ എക്സോസ്ഫിയറിൽ ടെമ്പറേച്ചർ വേരിയബിൾ ആണ്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ആദ്യത്തിനകത്ത് ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, പിന്നെ ടെമ്പറേച്ചർ കൂടുന്നു, പിന്നെ ടെമ്പറേച്ചർ കുറയുന്നു, പിന്നെ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് എല്ലാ ലെയറുകളിലും കോമൺ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലോജിക് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ദെൻ പ്രഷറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രഷർ decreases with altitude in troposphere, decreases with altitude in stratosphere, decreases with altitude in mesosphere, decreases with altitude in എന്താണ് തെർമോസ്ഫിയർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് സർഫസിന് മുകളിലേക്ക് പോകുന്നതോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇതിനകത്ത് മുഴുവനകത്തും എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയുന്നു. സോ നമുക്ക് എല്ലാ ലെയറുകളെയും സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റ് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. സോ ഇനി ഓരോ ലെയറുകളിലെയും ഓൾട്ടിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ, ഇനി ട്രോപ്പോസ്ഫിയർ നോക്കിയാൽ എന്താണ്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് 0 മുതൽ 12 കിലോമീറ്റർ വരെയാണ്. നമ്മൾ ആദ്യത്തെ ലെയറിൽ എന്താണ്? ഹൈറ്റ് കൂടുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. എല്ലാ ലെയറുകളിലും കോമൺ ആയിട്ട് ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 12 മുതൽ 50 കിലോമീറ്റർ വരെ. 0 മുതൽ 12 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ, 12 മുതൽ 50 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ. അവിടെ എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. പ്രഷർ എല്ലായിടത്തും കോമൺ ആണ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ദെൻ സിമിലർ ടു ട്രോപ്പോസ്ഫിയർ ദർ ഈസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ. ബേസിക്കലി നമ്മളിപ്പം സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു പ്രത്യേകതയാണ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് O3 എന്ന് പറഞ്ഞാൽ ഓസോൺ. അതുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നത് ഓസോൺ ലെയറുകളിലാണ്. ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ ഓസോൺ ലെയർ എന്താണ്? ഓസോൺ ലെയർ വിൽ ബി പ്രൊട്ടക്ടിങ് as from the UV റേഡിയേഷനിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓസോൺ ലെയർ ആണ്. ദെൻ അടുത്തത് മീസോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 മുതൽ 85 കിലോമീറ്റർ വരെയാണ്. ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സിമിലർ ടു സ്ട്രാറ്റോസ്ഫിയർ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിളിന്റെ ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മീസോസ്ഫിയറിലുണ്ട്. മീസോസ്ഫിയറിൽ ബേസിക്കലി ദ പ്രസൻസ് ഓഫ് മീറ്റിയോർസ് അല്ലെ മീറ്റിയോറുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മീറ്റിയോറുകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ബേണിംഗ് അപ്പ് ഓഫ് മീറ്റിയോർസ് ഒക്കെ സംഭവിക്കുന്നത് മീസോസ്ഫിയറിലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 85 മുതൽ 600 കിലോമീറ്റർ വരെയാണ്. ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അറ്റോമിക് ഓക്സിജൻ മീൻസ്
യൂഷ്വലി ഓക്സിജൻ ഒരു മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നേസന്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് അറ്റോമിക് ഓക്സിജൻ ആയിട്ട് ഓക്സിജൻ ആസ് ആൻ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? എക്സിസ്റ്റ് ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. കാരണം തെർമോസ്ഫിയറിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആണുള്ളത്. ബേസിക്കലി ഒറോറ അല്ലെങ്കിൽ നോർത്തേൺ അല്ലെങ്കിൽ സദേൺ ലൈറ്റ്സ് എന്ന് പറയുന്ന ഫിനോമിനേഴ്സ് നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത് തെർമോസ്ഫിയറിലാണ്. കാരണം തെർമോസ്ഫിയറിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് 600 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്റർ വരെയാണ്. ടെമ്പറേച്ചർ വേരിയബിൾ ആണ്. പ്രഷർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ ആണ്. കാരണം മുകളിലോട്ട് പോകുന്നതോറും പ്രഷർ കുറയാണ്. അപ്പോൾ അത് ഏറ്റവും എക്സ്ട്രീംലി ലോ ആവുന്നത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറിൽ ബേസിക്കലി ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം അല്ലെങ്കിൽ ഹെവിയർ ആറ്റംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. സോ അറ്റ്മോസ്ഫിയർ സ്പേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിൽ ഉള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ സ്പേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എക്സോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ ഇന്ററാക്ട് വിത്ത് സോളാർ വിൻഡ് ആൻഡ് ഇന്റർപ്ലാനറ്ററി സ്പേസ്. അതായത് ഈ ഒരു പ്ലാനറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞിട്ട് അടുത്താണ് എന്താണ്? ഇന്റർപ്ലാനറ്ററി സ്പേസ് ബിറ്റ്വീൻ 2 പ്ലാനറ്റ്സ്. ആ സ്പേസുകളുമായിട്ട് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ സംഭവിക്കുന്നത് എക്സോസ്ഫിയറിലാണ്. സോ ഇത്രയും ഡീറ്റെയിലുകളാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ലെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചാലും അല്ലെങ്കിൽ S5 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചോദിച്ചാലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ MCQ ആയിട്ടാണ് വരുന്നതെങ്കിലും ഒരു essay ആയിട്ട് വരുന്നതാണെങ്കിലും എഴുതാനുള്ള കണ്ടന്റ് ഈ വീഡിയോ കൊണ്ട് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.